അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ദുർഗ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ പൂർണിമ വസുമതിയോട് സോറി പറയാൻ പറയുന്നു. അപ്പം വസുമതി പറയുന്നു ഒരിക്കലും ഞാൻ പറയത്തില്ലെന്ന്. അപ്പൊ എല്ലാവരും പറയുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചന്ദ്രമതി പൃഥ്വിയോട് പറയും, പൃഥ്വി നീ കയറിപ്പൊക്കെ, പൃഥ്വി ഇതിനൊന്നും കേട്ട് നീ ഇതാക്കണം, നീ അശ്വതിയുടെ അടുത്ത് പോകാൻ പറയാൻ. അങ്ങനെ പൃഥ്വിയെ പറഞ്ഞോട്. അപ്പം വീണ്ടും പൂർണിമയെ സഹദേവനും എല്ലാവരും കുറ്റപ്പെടുത്തുക. അപ്പൊ പൂർണിമ പറയും തെറ്റാര് ചെയ്താലും അതിന് സോറി പറഞ്ഞേ പറ്റുള്ളൂ, അത് അമ്മയായാലും അച്ഛനായാലും മക്കളായാലും ആരായാലും. അപ്പൊ സഹദേവൻ പറയും ഒരു അമ്മ ഒരു മകളോട് സോറി പറയാന്ന് പറയുന്നത് ഇത്ര തെറ്റല്ലേ എന്നൊക്കെ പറയാം. അപ്പൊ പൂർണിമ പറയാം അതൊന്നും സാരമില്ല. അപ്പൊ ദുർഗ പറയും അത് വേണ്ട, എൻ്റെ അമ്മയല്ലേ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം. അപ്പൊ പറയാം അതല്ല ദുർഗ, അത് സോറി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് വസുമതി പറയും എന്താ പൗർണിമയ്ക്ക് എന്താ ഇത്ര, ഞാൻ സോറി പറഞ്ഞാലേ പ്രശ്നം തീരത്തുള്ളെങ്കിൽ ഞാൻ പറയാം, പക്ഷെ ഇതൊക്കെ ദുർഗ പറഞ്ഞു തന്നിട്ടായിരിക്കുമല്ലോ പൂർണിമ ചെയ്യുന്നതെന്ന് ചോദിക്കുവേ. അപ്പം പൂർണിമ പറയും ദുർഗ പറഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ ശരികളാണ് ഞാൻ നോക്കാറ്, അല്ലാതെ ആരും പറയുന്നത് കേട്ടല്ല ഞാൻ ഓരോന്നും ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ വസുമതി ലാസ്റ്റ് ദുർഗയോട് സോറി പറയും. സോറി പറഞ്ഞ് പറയും ഇനി ഞാൻ നിന്റെ കാലും കൂടെ പിടിക്കണമെന്ന് ചോദിച്ചിട്ട് ദുർഗയെ ഒത്തിരി വഴക്ക് പറയേ. അങ്ങനെ ദുർഗയും കിരണും കൂടെ റൂമിലേക്ക് പോകും. അങ്ങനെ ദുർഗയാണെങ്കിൽ ബെഡിൽ കിടന്നിങ്ങനെ പൊട്ടിക്കരയും. അപ്പൊ കിരൺ പറയും താൻ എന്തിനാടോ വിഷമിക്കുന്നത്, അവരുടെ സ്വഭാവം തനിക്കറിയില്ലേ? അല്ല അങ്ങനെയല്ല, ആഷിതയുടെ കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ പോയി എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറയും. താൻ ഇങ്ങനെ ഇതാകരുത്, താനല്ലേ പറഞ്ഞ എന്ത് പ്രശ്നം വന്നാലും നമ്മളിവിടെ പിടിച്ചു നിൽക്കണമെന്ന്, കാരണം നമ്മൾ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, അത് താൻ മറന്നു പോകരുതെന്ന് പറയുകയാണ്. അവര് നമ്മളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി എന്തും ചെയ്യും, അതുകൊണ്ട് നമ്മൾ അതൊക്കെ നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ വിടണം എന്ന് പറയുകയാണ്. ആ സമയത്താണ് മുത്തശ്ശി വിളിക്കുന്നത്. മുത്തശ്ശി വിളിച്ചിട്ട് ചോദിക്കും ദുർഗ എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുക. അത് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുക. അതെന്താ നിന്റെ അമ്മയല്ലേ അവിടെ വന്നിരിക്കുന്നത്, അതെനിക്കറിയില്ലേ എന്ന് പറയുകയാണ്. നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം ഇവിടെ വന്നേക്ക് കിരണയും കൂട്ടി, എന്നിട്ട് പിന്നെ അങ്ങോട്ട് ചെല്ലുന്നു പറയും. അപ്പൊ പറയാം അത് മുത്തശ്ശി നിനക്ക് എന്താ സമാധാനം വേണ്ടത്, കുറച്ച് ദിവസം ഇവിടെ വന്നിരിക്കാൻ പറയും. കിരണിനോട് പറയണമെങ്കിൽ ഞാൻ പറയാന്ന് പറയും. അത് വേണ്ട മുത്തശ്ശി, ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാന്ന് പറയും. അങ്ങനെ കിരണിന് പറയുവേ. പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുത്തശ്ശി പറഞ്ഞ് ആലോചിച്ചിട്ട് തന്നെ വിളിക്കാൻ പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്യുന്നതിന് ശേഷം ദുർഗയും കിരണും കൂടെ ആലോചിക്കും. അപ്പൊ കിരൺ പറയും എന്തായാലും മുത്തശ്ശി പറഞ്ഞാല് നമുക്ക് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം, പിന്നെ പൃഥ്വിയുടെ കാര്യം നമുക്ക് അഖിലിനെ പറഞ്ഞ് ഏർപ്പാടാക്കാം, കറക്റ്റ് എവിടെയാണെന്ന് അറിയാം, പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന് പറയുകയാണ്. ശരി എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയെ വിളിച്ച് അറിയിക്കും. മുത്തശ്ശി ഭയങ്കര സന്തോഷമാവും. മുത്തശ്ശി പറയും ഞാൻ നിന്റെ അച്ഛനോടും കൂടെ പറയട്ടെ ഈ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് പൂർണിമ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് നളിനി പറയുകയാണ് അതെ ഞാൻ നമ്മുടെ തിരുമേനിയെ വിളിച്ചിരുന്നു, അശ്വതിക്ക് വയ്യാത്തത് കൊണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞു ഒരു പൂജ ചെയ്യാനാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ സഹദേവൻ പറയും ഇതൊക്കെ കള്ളത്തരാണ്, അതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ ഇത് പൈസ തട്ടിക്കാനുള്ള പരിപാടിയാന്ന് പറയും. അപ്പോൾ പൂർണിമ പറയാ അങ്ങനെയൊന്നല്ല ചെറിയച്ച, ഇതിനൊക്കെ വിശ്വാസങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണെന്ന് പറയും. അപ്പം മഹാദേവനും പറയും നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് പറയുകയാണ്. നമുക്ക് ഈ പൂജ ചെയ്തേ പറ്റുള്ളൂ, അത് നമ്മുടെ അശ്വതിയുടെ കുഞ്ഞിനാണെന്ന് പറയും. അപ്പൊ ചന്ദ്രമതിയും പറയും അത് പറഞ്ഞത് ശരി തന്നെയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പൂജ ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ നളിനി പറയും എന്നാ പിന്നെ നാളെ തന്നെ പൂജ ചെയ്യാന്ന്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേനും അവിടെ വീട്ടിൽ പൂജയുടെ എല്ലാ സാധനങ്ങളും ഒരുങ്ങി ഹോമം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വിടുന്നു. അങ്ങനെ എല്ലാവരും വന്നു തിരുമേനിയും വന്നു, എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ തിരുമേനി പറയും ഈ വീട്ടിലെ ഏറ്റവും മൂത്ത ആളാണ് തിരി തെളിയിക്കേണ്ടതെന്ന് പറയും. അപ്പൊ എല്ലാവരും പൃഥ്വിയെ വിളിക്കും. പൃഥ്വിയോട് ചെന്ന് ചന്ദ്രമതിയാണെങ്കിൽ ആദ്യം തന്നെ പറയും പൃഥ്വി ചെല്ലെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം കിരണാണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയെ, കാരണം കിരണാണല്ലോ ശരിക്കും മൂത്ത ആള്. പക്ഷെ അതൊന്നും അവർ മനസ്സിലാക്കാതെ പൃഥ്വിയെ കൊണ്ട് തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് പന്തത്തിൽ തീ കൊടുത്തു വന്നിട്ട് കത്തിക്കാൻ പറയും. അങ്ങനെ പൃഥ്വി കുനിഞ്ഞ് കത്തിക്കുമ്പോഴത്തേനും തിരി കെട്ടിപ്പോവും. അപ്പം എല്ലാവരും ടെൻഷൻ അടിക്കും ഇതെന്താ തിരുമേനിന്ന് ചോദിക്കും. അപ്പൊ പറയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ പറയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാന്ന് പറയാണ്. അപ്പം സഹദേവനും ബാക്കിയുള്ളത് ആശ്വതയും പറയും ഇതൊക്കെ ഒന്നും കൂടെ കത്തിച്ചാൽ മതി ശരിയാകുമെന്ന് പറയും. അങ്ങനെ ഒന്നും കൂടെ കത്തിക്കുമ്പോഴത്തേനും വീണ്ടും കെട്ടുപോകും. അപ്പൊ എല്ലാവർക്കും ടെൻഷൻ. അപ്പൊ പൂർണ്ണിമ മനസ്സിൽ പറയും അപ്പൊ തിരുമേനി പറയും ഈ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഫലിക്കുമെന്ന് പറയുകയാണ്. അപ്പൊ പൂർണ്ണിമയ്ക്കും അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. പൂർണ്ണിമ മനസ്സിലാവും സത്യത്തെ മറച്ചു പിടിച്ച് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കത്തിക്കാൻ പറ്റാത്തത്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിക്കും. അപ്പൊ പെട്ടെന്ന് ദുർഗയും പറയും എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ മൂത്ത മകൻ കിരണാണ്, കിരണില്ലാതെ ഈ പൂജ ഒരിക്കലും നടക്കത്തില്ല, അതുകൊണ്ട് തന്നെയാണ് ദൈവം പോലും ക്ഷമിക്കത്തില്ല, അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയും. അപ്പൊ മഹാദേവന് ആകെ ടെൻഷനാവും, ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാനാണല്ലോ തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയെ. അപ്പൊ പെട്ടെന്ന് പൂർണിമ പറയും എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, അപ്പൊ ഇനി കിരണും കൂടെ പൃഥ്വിയുടെ കൂടെ ചേർന്ന് നിന്ന് തിരി കത്തിക്കാൻ പറയും. അപ്പൊ പൃഥ്വി പറയും ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് പറയും. അപ്പൊ ആഷിതയും പറയും എന്താ പൂർണിമേച്ചി ഈ പറയുന്നത്, ഏതോ എവിടുന്നോ കയറി വന്നവൻ അനാഥൻ, അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തവനെ കൊണ്ടൊക്കെയാണോ പൃഥ്വിയുടെ കൂടെ നിർത്തുന്നതെന്ന് പറയും. അപ്പൊ പൂർണിമ പെട്ടെന്ന് പറയും ഞാൻ അവനെ എൻ്റെ അനിയനായിട്ട് തന്നെയാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ പൂജ നടക്കണ്ടേന്ന് ചോദിക്കും. അപ്പൊ പൃഥ്വിയോട് പറയും നിന്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ മഹാദേവനും പറയും മോനെ അത് ചെയ്യുമെന്ന് പറയേ. അങ്ങനെ
പൃഥ്വി പറയില്ല നടക്കത്തില്ലെന്ന് പറയും. അപ്പോൾ പൂർണിമ പറയും നിന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, നീ 2 പ്രാവശ്യം തിരി കത്തിച്ചു, അത് കത്തിയില്ല, ഇനി ഒന്നും കൂടെ കത്തിച്ച് പൂജ ഫുള്ള് മുടങ്ങുക, അത് നമ്മുടെ കുഞ്ഞിന് തന്നെ ആപത്താണെന്ന് പറയുകയാണ്. അപ്പോൾ കിരണിനോട് പൂർണിമ പറയും ബാ കിരൺ എന്ന് പറയും. അങ്ങനെ കിരൺ പൃഥ്വിയുടെ അടുത്തേക്ക് പോവുകയാണ്. പൃഥ്വിയാണ് ആകെ ദേഷ്യത്തിലും കലിപ്പിലും ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പൂജ ഇത് കത്തിക്കുകയാണ്. അപ്പോൾ കത്തും, കാരണം പിന്നീട് എല്ലാവർക്കും ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം എന്താണ് ഇങ്ങനെയെന്നൊക്കെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.